സ്റ്റേഷനിൽ ചെന്നാൽ ഇനി സാർമാർ ഗുഡ് മോർണിംഗും നമസ്കാരവും പറയണം. തെറി ചൂടാകൽ പാടില്ല. ജനത്തെ മാന്യമായി സ്വീകരിക്കണം. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അടിമുടി മാറ്റം വരുത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് ഇനി വാടാ പോടാ നീങ്ങി നിക്കടാ എന്താടാ എന്നൊക്കെയുള്ള സ്വാഗതം പാടില്ല. അതൊക്കെ കഴിഞ്ഞ കാലം. ഇനി ഏമാന്മാർ പൗരന്മാരെ സ്വീകരിക്കും. നമസ്കാരം, ഗുഡ് മോർണിംഗ് എന്നിവയൊക്കെ പറഞ്ഞു വേണം സ്റ്റേഷനിലെത്തുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം പൂർണ്ണമായും ജനസൗഹാർദ്ദമാക്കാൻ അടക്കം ലക്ഷ്യമിട്ടുള്ള വിപുലമായ കർമ്മ പദ്ധതികളും മന്ത്രി പ്രഖ്യാപിച്ചു. അതിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായി തന്നെ പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാകും. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം നൽകും. സ്റ്റേഷനിലെത്തുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായല്ല, മാന്യത അർഹിക്കുന്ന പൗരനായി കാണണം. സ്റ്റേഷനിലെത്തുന്നവരെ ഗുഡ് മോർണിംഗ് നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കണം. പരാതികൾ സമചിത്തയോടുകൂടി തന്നെ കേൾക്കുവാനും പരിഹരിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. സ്റ്റേഷനുകൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടാമതായി തന്നെ സ്റ്റേഷൻ ചുമതലകളിൽ മാറ്റം വരുത്തും. 5 അംഗ സമിതിയെ നിയോഗിച്ച് നേരത്തെ തന്നെ, അതായത് ഇതിനായി തന്നെ 5 അംഗ സമിതിയെ നിയോഗിച്ചു. നേരത്തെ SI-മാർക്ക് ഉണ്ടായിരുന്ന സ്റ്റേഷൻ ചുമതല CI-മാർക്ക് നൽകിയത് പോലീസിങ്ങിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചുവെന്നും വിലയിരുത്തലുണ്ട്. അതിനാൽ തന്നെ സ്റ്റേഷനുകളിൽ SI, CI, DYSP എന്നിവരുടെ സാന്നിധ്യം പുനർക്രമീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ഇവിടെ ADGP നേതൃത്വത്തിൽ 5 അംഗ സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. മൂന്നാമതായി തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് ജാഗ്രത കാട്ടും. ജനമൈത്രി പോലീസിനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെയും കൂടുതൽ ശക്തിപ്പെടുത്തും. പുതിയ തലമുറയെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാലാമതായി തന്നെ സൈബർ സുരക്ഷയും റോഡ് സുരക്ഷയും, അതായത് വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് സജ്ജമാകും. ലോൺ ആപ്പുകൾ വഴി സാധാരണക്കാരെ ചതിക്കുന്നതിനും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനും മതപരമായ ഭിന്നത പടർത്തുന്നതിനും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകളും കർശനമായി തന്നെ നേരിടും. സൈബർ കേസുകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ കൂടുതൽ ഉദ്യോഗസ്ഥരെയും സാങ്കേതിക സൗകര്യങ്ങളെയും കുറിച്ച് മുഖ്യമന്ത്രിയുമായി തന്നെ സംസാരിക്കും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി തന്നെ പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കും. അഞ്ചാമതായി പറയുന്നത് പോലീസ് ക്ഷേമവും പരിശീലനവും. പോലീസുകാരുടെ പരിശീലന സിലബസ് അത് കാലാനുസൃതമായി തന്നെ പരിഷ്കരിക്കും. സേനയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ ഗൗരവമായി തന്നെ കാണുന്നു. അതുപോലെ കീഴ് ജീവനക്കാർക്ക് ആവശ്യമായ ഇത്തരത്തിൽ അനാവശ്യമായ രീതിയിലുള്ള സമ്മർദ്ദം എല്ലാം തന്നെ ഒഴിവാക്കി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറാമതായി പറയുന്നത്, ഏറ്റവും ഒടുവിലായി തന്നെ പറയുന്നത്, അന്വേഷണങ്ങളും മറ്റു വിഷയങ്ങളും ഇതിൽ വരുന്നതാണ്. അതായത് നവകേരള യാത്ര. നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആളുകളെ മർദ്ദിച്ച സംഭവത്തിൽ ഇവിടെ SIT റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ നിയമപരമായ നടപടി ഉണ്ടാകും. അതുപോലെ ആലപ്പുഴയിൽ നടന്ന സംഭവം, എറണാകുളത്തെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസിന് അതിക്രമം കാണിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. കോടതിയുടെ സമ്മർദ്ദം മൂലമാണ് നടപടി ഉണ്ടായത്. ഈ വിഷയത്തിൽ കോടതിയിൽ നിന്ന് റിലീഫ് ലഭിക്കാൻ IG-യെ ചുമതലപ്പെടുത്തി. അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമ പ്രവർത്തകർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്ന രീതി ശരിയല്ല. പയ്യന്നൂരിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ പരിശോധിക്കും. ഭീഷണി അനുവദിക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ല. ഭരണം മാറിയാലും പോലീസ് ഉദ്യോഗസ്ഥർ മാറുന്നില്ല. അവർ സർക്കാരിന്റെ നയമാണ് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അതേപോലെ രത്തൻ കേൽക്കറുടെ നിയമനം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തന്നെ രത്തൻ കേൽക്കറെ നിയമിച്ചത് സർക്കാരിന്റെ അധികാരമാണ്. അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ഇതിൽ അസ്വാഭാവികമായി തന്നെ ഒന്നുമില്ല. കേരള പോലീസിനെ കൂടുതൽ ജനകീയമാക്കുവാനും കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുവാനുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.